Hi everyone, welcome back to a new video. In this video, we are going to discuss an example question related with the issue of debentures and there is conditions on redemption. In our previous video, we had discussed the theory part and the accounting treatments of the conditions regarding issue of debenture and the redemption. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറി ഭാഗത്തിന്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് റിഡംഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രീസ് ആ ജേണൽ എൻട്രിയെ ഏത് ഇൻഫ്ലുവൻസ് ചെയ്യും? നമ്മുടെ റിഡംഷന്റെ കാര്യങ്ങൾ നമ്മുടെ ജേണൽ എൻട്രിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ നമ്മൾ അതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സ് ജേണൽ എൻട്രീസ് ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾ ജേണലൈസ് ദി ഫോളോവിങ് ഇൻ ദി ബുക്സ് ഓഫ് എ കമ്പനി. താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മളോട് ജേണലൈസ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ബുക്സിൽ തന്നിട്ടുള്ള കുറച്ച് ഡാറ്റാസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? ജേണലൈസ് ചെയ്യാം. നമുക്ക് 5 ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കേസസ് പറയുന്നുണ്ട്. ഫസ്റ്റ് കേസ് ഇഷ്യൂഡ് 2007% ഡിബഞ്ചേഴ്സ്. 2000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 7% ഡിബഞ്ചേഴ്സ്. ഇവിടെ 7% എന്ന് വെച്ചാൽ ഈ ഡിബഞ്ചർ വാങ്ങുന്ന ആളുകൾക്ക് അതിന് മുകളിൽ 7% ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. സോ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 7%. സോ അല്ലാതെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സോ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇതുപോലെ നമുക്ക് പ്രിഫറൻസ് ഷെയർസിന്റെ കേസിൽ ഡിബഞ്ചറിന്റെ കേസിലൊക്കെ നമ്മളോട് എത്ര എമൗണ്ട് ഓഫ് റിട്ടേൺ ആണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നതെന്ന് സാധാരണ കേസിൽ പറയാറുണ്ട്. സോ ഡിബഞ്ചറിന്റെ കേസിൽ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് 7% ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. നോക്കാം. ഇഷ്യൂഡ് 2007% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. 100 രൂപ വാല്യൂ ഉള്ള 2000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് റെഡീമബിൾ ഓർ റീപേബിൾ അറ്റ് പാർ. റിഡംഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, റെഡീമബിൾ അറ്റ് പാർ. അതായത് എന്താണ് ഈ ഒരു ഡിബഞ്ചറിന്റെ ആക്ച്വൽ അല്ലെങ്കിൽ ഫേസ് വാല്യൂ അതേ വിലക്ക് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് സം അതർ കേസസ് ഓൾസോ. സെക്കൻഡ് കേസ് ഈസ് ഇഷ്യൂഡ് 2007% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. 2000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഓഫ് ₹100 ഈച്ച്, സെയിം ആസ് ദി അബവ്. ഈച്ച് അറ്റ് ₹95. പക്ഷേ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എത്രയിലാണ്? Issued 2007% debentures of ₹100 each. 100 രൂപ വാല്യൂ ഉള്ള 2000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. എത്ര രൂപയിൽ? 95 രൂപയിൽ. ദാറ്റ് മീൻസ് ഡിസ്കൗണ്ടിലാണ് ഈ ഒരു ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് റീപേബിൾ അറ്റ് പാർ അഥവാ റിഡംഷൻ എന്ത് തന്നെയാണ്? അറ്റ് പാർ ആണ്. സോ രണ്ടാമത്തെ കേസിൽ വി ഹാവ് എ ലോസ് ലൈക്ക് ഡിസ്കൗണ്ട് അല്ലെ. 100 രൂപ വാല്യൂ ഉള്ള ഡിബഞ്ചർ നമ്മൾ 5 രൂപ ഡിസ്കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ ഒരു ലോസ് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ എന്തോ മറ്റു വേറെ ലോസസ് ഇല്ല. ബിക്കോസ് അത് റിഡീം ചെയ്യുന്നത് അറ്റ് പാറിലാണ്. തേർഡ് കേസ് ഇസ് ഇഷ്യൂഡ് 2007% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് ₹110. ദാറ്റ് മീൻസ് 110. 100 രൂപ വാല്യൂ ഉള്ള ഡിബഞ്ചർ 110 രൂപക്കാണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദർ ഇസ് എ പ്രീമിയം അല്ലെ. പ്രീമിയം ആണ് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. ആൻഡ് റീപേബിൾ അറ്റ് പാർ. റീപേബിൾ ചെയ്യുന്നത് എങ്ങനെയാണ്? അറ്റ് പാറിലാണ്. അതായത് അതിന്റെ യഥാർത്ഥ ഫേസ് വാല്യൂ എന്താണോ ആ വിലക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കമ്പനി റീപേ ചെയ്യുന്നത്. നെക്സ്റ്റ് കേസ് ഇഷ്യൂഡ് 2007% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് റീപേബിൾ അറ്റ് 105. ഇവിടെ ഇഷ്യൂ റേറ്റ് ഏത് തന്നെയാണ്? 100 ആണ്. ബിക്കോസ് ഇഷ്യൂഡ് 2007% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. അവിടെ വേറെ ഇഷ്യൂ പ്രൈസിനെ പറ്റി പറയുന്നില്ല. സോ ₹100 നമ്മൾ ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് റീപേബിൾ അറ്റ് ₹105. 105 രൂപക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ റിഡീം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എന്തുണ്ട്? ആക്ച്വൽ പ്രൈസ് 100 രൂപ വാല്യൂ ഉള്ള ഡിബഞ്ചർ നമ്മൾ റിഡീം ചെയ്യുന്ന സമയത്ത് 5 രൂപ ഓരോ ഡിബഞ്ചറിന്റെ മുകളിലും എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. സോ ദർ ഇസ് എ ലോസ് റിഗാർഡിംഗ് ദ റിഡംഷൻ. സോ റിഡംഷന്റെ സമയത്ത് കമ്പനിക്ക് ലോസ് സംഭവിക്കുന്നുണ്ട്. നമ്മളത് പ്രത്യേകിച്ച് മെൻഷൻ നമ്മുടെ ജേണലിൽ കാണിക്കേണ്ടതുണ്ട്. ആൻഡ് ലാസ്റ്റ് കേസ് ഇസ് ഇഷ്യൂഡ് 2007% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് 95. അതായത് 100 രൂപ വാല്യൂ ഉള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 95 രൂപയിലാണ്. ആൻഡ് റീപേബിൾ അറ്റ് ₹110. പക്ഷെ അത് റീപേ ചെയ്യുന്നതോ അത് 110. സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ട്? ഇഷ്യൂ ചെയ്ത സമയത്ത് ഒരു 5 രൂപ ലോസ് ഉണ്ട്. ആൻഡ് അതേ ഷെയറിന്റെ റീപേയ്മെന്റ് പ്രൈസ് എത്രയാണ്? 10 രൂപ അധികം കൊടുക്കുന്നുണ്ട്. സോ 2 ലോസ് നമുക്ക് വരുന്നുണ്ട്. ഒന്ന് ആസ് ഡിസ്കൗണ്ടും മറ്റൊന്ന് ആസ് ലോസ് ഓൺ ഇഷ്യൂ. സോ ഈ 5 കേസസ് ആണ് നമുക്ക് ജേണൽ എൻട്രി ആയിട്ട് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം. ഓക്കെ, അപ്പോൾ ജേണൽ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് കേസ്, ഒന്നാമത്തെ കേസിൽ എന്താ പറയുന്നത്? 2000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അല്ലെ. 7% ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാണ്? 2000 ഡിബഞ്ചേഴ്സ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നുണ്ട് അറ്റ് ₹100 ഈച്ച്. 100 രൂപ വാല്യൂ ഡിബഞ്ചർ 100 ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് റിഡംഷൻ അറ്റ് പാർ. സോ നമുക്ക് ജനറൽ എൻട്രി ഇടാം. ബേസിക് എൻട്രി ആണ്. ബിക്കോസ് എന്താണ്? ഇവിടെ പ്രീമിയമോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടോ ഇല്ല അല്ലെ. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്തും ഡിസ്കൗണ്ട് പ്രീമിയം ഇല്ല. അതേപോലെ തന്നെ
നമ്മുടെ റിഡംഷൻ സമയത്ത് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ പ്രീമിയം ഇല്ല. സോ നേരിട്ട് ബേസിക് എൻട്രി എഴുതിയാൽ മതി. അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 7% ഡിബഞ്ചർ. ആ ഡിബഞ്ചറിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണമെങ്കിൽ നമുക്കിവിടെ കാണിക്കാം. സോ 7% ഡിബഞ്ചർ. എത്ര ഡിബഞ്ചേഴ്സ് ആണ്? 2000 ഡിബഞ്ചേഴ്സ് ആണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് ₹100 each. സോ ദ ടോട്ടൽ എമൗണ്ട് വിൽ ബി 2 lakh. 2 ലക്ഷമാണ് ടോട്ടൽ എമൗണ്ട്. സോ ദാൻ ഫസ്റ്റ് കേസ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് പാർ. ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡംഷൻ ആൾസോ അറ്റ് പാർ. സോ ദാൻ ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് 2000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each at ₹95 ആൻഡ് റീപേയബിൾ ആസ് അറ്റ് പാർ. അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് ₹95, അതായത് എക്സാക്ട് പ്രൈസിനേക്കാൾ കുറവാണ്. ₹100 വാല്യൂള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് ₹95. ദാറ്റ് മീൻസ് ദർ ഇസ് എ ഡിസ്കൗണ്ട്. സോ ഡിസ്കൗണ്ട് എന്താണ്? കമ്പനിക്ക് ലോസ് ആണ്. യു ഹാവ് ടു ബി ഷോയിങ് അവർ ജേർണൽ എൻട്രി. സോ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്, പക്ഷെ റിഡംഷൻ എന്താണ്? അറ്റ് പാറിനുണ്ട്. ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ റിഡംഷൻ. സോ ജേർണൽ എൻട്രി എഴുതുന്ന സമയത്ത് ബേസിക് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, പിന്നീട് എന്ത് എഴുതും? നമ്മൾ ടു ഡിബഞ്ചർ അക്കൗണ്ട് എഴുതും. പക്ഷെ അതിന് മുൻപ് എന്ത് എഴുതാം? നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. പ്രീമിയം ആണെങ്കിൽ നമ്മൾ താഴത്തെ സെക്യൂരിറ്റി പ്രീമിയം എഴുതും, ഡിസ്കൗണ്ട് ആണെങ്കിൽ മുകളിൽ എഴുതും, അഥവാ ഡെബിറ്റ് ചെയ്യും. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ അക്കൗണ്ട് ഡെറ്റർ ടു 7% ഡിബഞ്ചർ. ഇതാണ് എൻട്രി വരുന്നത്. എൻട്രിയിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്? ഒരു ഡിസ്കൗണ്ട് വരുന്നുണ്ട്. റിഡംഷൻ സമയത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സോ നോക്കാം. നമ്മൾ ടോട്ടൽ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചർ എന്ന് വെച്ചാൽ 2000 ഡിബഞ്ചർ ആണ് അറ്റ് ₹100. സോ കമ്പനി ടോട്ടൽ റിസീവ് ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് എത്രയാണ്? 2 ലക്ഷം ആയിരിക്കും അല്ലെ? 2000 ഡിബഞ്ചർ നമ്മൾ ₹100 കമ്പനിക്ക് കിട്ടിയിരുന്നെങ്കിൽ 2 ലക്ഷം കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ എത്ര കിട്ടുന്നുള്ളൂ? 2000 ഡിബഞ്ചറിന്റെ മുകളിൽ കമ്പനിക്ക് ആകെ കിട്ടുന്നത് 95 ആണ്. ബാക്കി 2000 ഡിബഞ്ചറിന്റെ മുകളിൽ 5 എന്താണ്? ഡിസ്കൗണ്ട് ആണ്. സോ എമൗണ്ട് എടുക്കുന്ന സമയത്ത് 1,90,000 കമ്പനിക്ക് റിസീവ് ചെയ്യും. ബാക്കി 10,000 എന്ത് കമ്പനി ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നരേഷൻ എഴുതുമ്പോൾ ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡംഷൻ അറ്റ് പാർ. റിഡംഷൻ അറ്റ് പാർ. അതാണ് രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസ് ഉണ്ട്. അഥവാ 2007% ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ₹110 ആൻഡ് റിഡംഷൻ അറ്റ് പാർ. തേർഡ് കേസിൽ പറയുന്നതും റിഡംഷൻ അറ്റ് പാർ ആണ്. ദർ ഇസ് നോ ചേഞ്ച്. ബട്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്തിനാണ്? പ്രീമിയത്തിലാണ് അല്ലെ? എക്സാക്ട് പ്രൈസ് ₹100 ആണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് ₹110. അതായത് ₹10 എക്സ്ട്രാ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഈടാക്കുന്നുണ്ട്. So it should be transferred into security premium. So third journal entry നോക്കാം. മൂന്നാമത്തെ journal entry നമുക്ക് എഴുതാനുള്ള ബേസിക് അഥവാ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് റിസീവ് ചെയ്യുന്നുണ്ട്. ഇവിടെ കമ്പനിക്ക് ഒരു ലോസും ഇല്ല. അതായത് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലില്ല. സോ അങ്ങനെ ലോസ് ഇല്ല. ആൻഡ് റിഡംഷന് അറ്റ് പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലോ ഒന്നും ഇല്ലല്ലോ. സോ അവിടെ മാറ്റങ്ങളില്ല. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 7% ഡിബഞ്ചേഴ്സ് ഡിബഞ്ചർ അക്കൗണ്ട് ആൻഡ് ഏത് കൂടി ഉണ്ട്? ടു സെക്യൂരിറ്റി പ്രീമിയം അല്ലെ? ഇവിടെ പ്രീമിയം കൂടി വരുന്നുണ്ട്. ₹110 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത്. നോക്കാം. 2000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനി ടോട്ടൽ റിസീവ് ചെയ്യുന്നത് എത്രയാണ്? ₹100 മാത്രമല്ല, പ്ലസ് ഏത് കൂടി ഉണ്ട്? നമ്മൾ ₹10 എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട്. സോ അത് കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് എത്ര വരും? 2,20,000. ടോട്ടൽ എമൗണ്ട് 2,20,000. അതിൽ തന്നെ 2000 ഡിബഞ്ചറിന്റെ ക്യാഷ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദാറ്റ് ഈസ് 2 lakh. ആൻഡ് സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് എത്ര പോകും? 2000 ഡിബഞ്ചറിന്റെ മുകളിൽ ₹10. ദാറ്റ് മീൻസ് 20,000. സോ ഇതാണ് തേർഡ് കേസിൽ വരുന്ന ഒരു വ്യത്യാസം. സോ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റിഡംഷൻ അറ്റ് പാർ. സോ ഇതാണ് തേർഡ് കേസ്. ഇനിയുള്ളത് ഫോർത്ത് കേസ് നോക്കാം. ഫോർത്ത് കേസിൽ പറയുന്നത് 2007% ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ആൻഡ് റീപേബിൾ അറ്റ് ₹105. അതായത് ഇവിടെ ₹100 വാല്യൂള്ള ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയുന്നില്ല. സോ അത് പാറിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ റിഡംഷന്റെ കേസിലാണ് ഇവിടെ എന്തുള്ളത്? മാറ്റം വരുന്നത്. റിഡീം ചെയ്യുന്നത് എത്ര രൂപക്കാണ്? ₹105 അല്ലെ? ₹100 വാല്യൂള്ള ഡിബഞ്ചർ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ക്യാഷ് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എക്സാക്ട് പ്രൈസ് മാത്രമല്ല കൊടുക്കുന്നത്. ഓരോ ഡിബഞ്ചറിന്റെ മോഡൽ എന്ത് ചെയ്യുന്നുണ്ട്? ₹5 നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. സോ അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ലോസ് ആണ്. സോ ഫോർത്ത് എൻട്രിയിൽ ചേഞ്ച് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഒരു ലോസ് കാണിക്കാനുണ്ട്. നമ്മൾ ലോസ് മുൻപ് കാണിച്ചിട്ടുണ്ട്. എങ്ങനെ? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് ആണെങ്കിൽ അതൊരു ലോസ് ആണ്. നമ്മളത് ഡിസ്കൗണ്ട് പേരിൽ കാണിച്ചിരുന്നു. സോ ഇനിയുള്ളത് ഫോർത്ത് കേസിൽ, നാലാമത്തെ കേസിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഇനി എന്തുണ്ട്? ലോസ് ഉണ്ടല്ല. ഡിസ്കൗണ്ടിന് പകരം ഇവിടെ ലോസ് ആണ്. ലോസ് ഓൺ ഇഷ്യൂ അക്കൗണ്ട് ഡെറ്റർ ടു എന്ത്? 7% ഡിബഞ്ചർ.
ഇനി എന്താണ് ജേണൽ കഴിയുന്നില്ല അല്ലെ. ഇവിടെ ഏതുണ്ട് നമുക്ക് അറിയാം, നമ്മൾ റിഡംഷൻ സമയത്ത് കമ്പനി പ്രീമിയം കൊടുക്കുന്നുണ്ട്. സോ ആ പ്രീമിയം നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് കാണിക്കണം അല്ലെ. നമ്മൾ പ്രീമിയം റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് ഡിബഞ്ചർ എമൗണ്ടിലേക്കുള്ളത് വേറെ എഴുതും, പ്രീമിയത്തിലേക്കുള്ളത് നമ്മൾ വേറെ എഴുതും. അതേപോലെ തന്നെ ക്യാഷ് റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രീമിയം കൊടുക്കുന്നുണ്ട്. സോ പ്രീമിയം ഓൺ റിഡംഷൻ നമുക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. പ്രീമിയം ഓൺ റിഡംഷൻ. അപ്പൊ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ അഥവാ യഥാർത്ഥ എമൗണ്ടിനേക്കാൾ കൂടുതൽ ക്യാഷ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ എക്സസ് എമൗണ്ടിനെ നമ്മൾ പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സെക്യൂരിറ്റി പ്രീമിയം എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു, പ്രീമിയം ഓർ റിഡംഷൻ. ആക്ച്വലി പ്രീമിയം അക്കൗണ്ട് തന്നെയാണ്. എക്സസ് എമൗണ്ട് വരുമ്പോൾ നമ്മൾ അത് സെക്യൂരിറ്റി പ്രീമിയത്തിൽ അക്കൗണ്ടിൽ കാണിക്കും. അതുപോലെ തന്നെ എക്സസ് എമൗണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് പ്രീമിയം അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. സോ പ്രീമിയം ഓൺ റിഡംഷൻ. നോക്കാം, ജനറൽ നോക്കാം. 2000 ഷെയർസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യുന്നത് എത്രയാണ്, അറ്റ് പാറിലാണ് നമ്മളോട് പറയുന്നുണ്ട്. സോ ഇഷ്യൂ പ്രൈസ് എത്രയാണ്, 100, ടോട്ടൽ എമൗണ്ട് 2 lakh. നെക്സ്റ്റ്, ഈ ഇഷ്യൂ ചെയ്യുന്നത് കാരണത്താൽ കമ്പനിക്ക് സംഭവിക്കുന്ന ഒരേ ലോസ് എപ്പോൾ മാത്രമാണ്, അതിന്റെ റിഡംഷൻ സമയത്ത് അല്ലെ. റിഡീം ചെയ്യുന്ന സമയത്ത് ഓരോ 2000 ഡിബഞ്ചറിന്റെ മുകളിൽ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, 5 രൂപ വെച്ചിട്ട് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. സോ 5 രൂപ 2000 ഡിബഞ്ചറിന്റെ മുകളിൽ കമ്പനിക്ക് എന്താണ്, ലോസ് ആണ്. സോ ലോസ് എത്ര ഉണ്ടായിരിക്കും, ₹10,000. 10,000 രൂപ കമ്പനിക്ക് എന്തായാലും ആ ലോസ് ഉണ്ടായിരിക്കും അല്ലെ. എന്ത് ടു 7% ഡിബഞ്ചർ. ഡിബഞ്ചറിന്റെ പ്രൈസ് എത്രയാണ്, 2000 ഡിബഞ്ചർ നമുക്ക് സെയിം പ്രൈസിൽ 100 അല്ലെ. ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്ര രൂപ മാത്രമാണ്, 2 lakh ആണ്. അത് 2 lakh കാണിച്ചത്. നെക്സ്റ്റ് പ്രീമിയം എമൗണ്ട് എത്രയാണ്, പ്രീമിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെയിം എമൗണ്ട് അഥവാ 2000 ഡിബഞ്ചറിന് മുകളിൽ 5 രൂപയാണ് നമ്മൾ എക്സസ് കൊടുക്കുന്നത്. സോ എമൗണ്ട് വിൽ ബി 10,000. സോ ഇതാണ് ഫോർത്ത് കേസ്. ഈ ഒരു ഫോർത്ത് കേസിലാണ് നമുക്ക് ചേഞ്ചസ് ഉള്ളത്. അഥവാ റിഡീം ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിലാണെങ്കിൽ യഥാർത്ഥ എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ലോസ് ആണ്. ആ എക്സസ് എമൗണ്ടിന് നമ്മൾ പ്രീമിയം റിഡംഷൻ അക്കൗണ്ടിൽ കാണിക്കാം. ആൻഡ് സെയിം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ലോസ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് കാണിക്കുക. ലോസ് ഓൺ ഇഷ്യൂ അക്കൗണ്ട് എത്ര നരേഷൻ എന്തായിരിക്കും, ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് പ്രീമിയം ഓൺ റിഡംഷൻ. പ്രീമിയം ഓൺ റിഡംഷൻ ആയിട്ടുള്ള ജേണൽ നരേഷൻ. നെക്സ്റ്റ് നോക്കാം, ലാസ്റ്റ് കേസ് നോക്കാം. The last case, 2007% debentures of ₹100 each issued at ₹95. എന്താ പറയുന്നത്, 100 രൂപ വാല്യൂ ഉള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് എത്ര രൂപക്കാണ്, 95 രൂപക്ക്. ഒന്നാമത്തെ ലോസ് സംഭവിച്ചു, ദാറ്റ് ഈസ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ അല്ലെ, ദാറ്റ് ഈസ് ₹5. 100 രൂപ വാല്യൂ ഉള്ള ഡിബഞ്ചർ 95 കൊടുക്കുന്ന സമയത്ത് 5 രൂപ കമ്പനിക്ക് ലോസ് ഉണ്ട്. സോ ലോസ് ഒന്നാമത്തെ ലോസ് സംഭവിച്ചു. നെക്സ്റ്റ് എന്താ പറയുന്നത്, റീപേബിൾ അറ്റ് ₹110. 110 രൂപക്കാണ് ഈ ഡിബഞ്ചർ എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്യുന്നത്. രണ്ടാമത്തെ ലോസ് സംഭവിച്ചത്. അഥവാ റിഡീം ചെയ്യുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര കൊടുക്കണം, 100 രൂപ വാല്യൂ ഡിബഞ്ചർ നമ്മൾ 10 രൂപ അധികം കൊടുക്കണം. സോ 2 ലോസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്കറിയാം എന്താണ് ജേണൽ എന്നുള്ളത്. നമുക്ക് ജേണൽ എഴുതി നോക്കാം. സോ ഫസ്റ്റ് എൻട്രി എന്തായിരിക്കും, ബാങ്ക് അല്ലെ. നമ്മൾ ഡിബഞ്ചർ എങ്ങനെയായാലും ഡിബഞ്ചർ ഡിസ്കൗണ്ട് ആണെങ്കിലും പ്രീമിയത്തിലാണെങ്കിലും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ ക്യാഷ് എന്തായാലും വരും. സോ ഡിബഞ്ചർ ബാങ്ക് അക്കൗണ്ട് എത്തും. പിന്നീട് എന്തുണ്ട്, ലോസ് ഉണ്ട്, ഡിസ്കൗണ്ട് കാരണത്താലും ലോസ് ഉണ്ട്, റിഡംഷൻ കാരണത്താലും ലോസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കൗണ്ട് എഴുതുന്നില്ല, പകരം ഡിസ്കൗണ്ട് ഒരു ലോസ് ആണ്. ബിക്കോസ് ഇവിടെ ലോസ് എഴുതാൻ കാരണം മുൻപ് പറഞ്ഞ പോലെ 2 ലോസുകൾ സംഭവിക്കുന്നുണ്ട്. സോ ഡിസ്കൗണ്ടിന്റെ ഒരു എൻട്രിയും ലോസിന് മറ്റൊരു എൻട്രി എഴുതുന്ന പകരം ഒറ്റ എൻട്രി എഴുതാൻ വേണ്ടി കോമൺ എൻട്രി അഥവാ ലോസ്. ബിക്കോസ് ഡിസ്കൗണ്ട് ലോസ് ആണ് ആൻഡ് റിഡംഷന്റെ സമയത്ത് ഒരു ലോസ് ഉണ്ട്. സോ ലോസ് ഓൺ ഇഷ്യൂ അക്കൗണ്ട് ഡെറ്റർ. 2 ലോസുകൾ സംഭവിക്കുന്നുണ്ട്. പിന്നീട് എന്താണ്, 7% ഡിബഞ്ചർ അല്ലെ. ഡിബഞ്ചറിന്റെ യഥാർത്ഥ പ്രൈസ് കാണിക്കാൻ 7% ഡിബഞ്ചർ. പിന്നീട് എന്തുകൂടി ഉണ്ട്, നമുക്കറിയാം പ്രീമിയം ആണെങ്കിൽ യഥാർത്ഥ എമൗണ്ടിനേക്കാൾ കൂടുതൽ ക്യാഷ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ആ എക്സസ് എമൗണ്ടിന് നമ്മൾ ഏത് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്, പ്രീമിയം ഓൺ റിഡംഷൻ. സോ ദീസ് ആർ ദി എൻട്രീസ്. നമുക്ക് എമൗണ്ടുകൾ എഴുതി നോക്കാം. 2000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താൽ കമ്പനിക്ക് എത്ര രൂപ ആകെ കിട്ടുന്നത്, 95 രൂപ അല്ലെ. അഥവാ 2 ലക്ഷം കിട്ടുന്നിടത്തേക്ക് എത്ര കിട്ടുള്ളൂ, 2000 ഡിബഞ്ചറിന് മുകളിൽ 95 rupees ആണ്. സോ ദാറ്റ് ഈസ് 1,90,000 rupees. 1,90,000 rupees. നെക്സ്റ്റ് എന്താണ്, ലോസ് ഓൺ ഇഷ്യൂ. ലോസ് ഓൺ ഇഷ്യൂ എന്ന് വെച്ചാൽ 2 ലോസിന്. ഒന്നാമത്തെ എന്താണ്, ഡിസ്കൗണ്ട് അല്ലെ. 2000 ഡിബഞ്ചറിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, 5 രൂപ ലോസ് സംഭവിക്കുന്നുണ്ട്. 2000 5 എത്ര ആയിരിക്കും, 10,000 അല്ലെ. നെക്സ്റ്റ് ഏതുണ്ട്, പ്രീമിയം ഓൺ റിഡംഷൻ ഉണ്ട്. 2000 ഡിബഞ്ചറിന്റെ മുകളിൽ കമ്പനിക്ക് ഏത് ലോസ് ഉണ്ട്, നമ്മുടെ റിഡംഷന്റെ സമയത്ത് ഒരു ലോസ് വരുന്നുണ്ട്. അത് ലോസ് ഈസ് 10 rupees. എക്സസ് എമൗണ്ട് കൊടുക്കുന്ന 10 രൂപയാണ്. ആൻഡ് സോ ടോട്ടൽ എമൗണ്ട് എത്ര ആയിരിക്കും, 20,000. സോ 10,000 plus 20,000 is equal to 30,000 അല്ലെ.
സോ ഇതാണ് ടോട്ടൽ ലോസ്. ഇതിൽ ഡിസ്കൗണ്ട് ഉണ്ട് ആൻഡ് ആൾസോ റിഡംഷന്റെ സമയത്തുള്ള പ്രീമിയം ഉണ്ട്. നോക്കാം 7% to 7% ഡിബഞ്ചർ. എന്താ ഡിബഞ്ചറിന്റെ എക്സാക്ട് പ്രൈസ്? ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താൽ നമുക്ക് ആക്ച്വലി എത്ര കിട്ടുമായിരുന്നു? 100 rupees. ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് കാണിക്കേണ്ട, നമുക്ക് ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താൽ കിട്ടുന്ന യഥാർത്ഥ പ്രൈസ് ആണ് കാണിക്കേണ്ടത്. സോ ടോട്ടൽ എമൗണ്ട് എത്ര ആയിരിക്കും? 2 lakh കിട്ടണമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അവർ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്ത കാരണം നമുക്ക് 1,90,000 കിട്ടിയിട്ടുള്ളൂ. നെക്സ്റ്റ് ടു പ്രീമിയം റിഡംഷൻ അല്ലെ, റിഡംഷന്റെ സമയത്തുള്ള പ്രീമിയം എത്രയാണ്? 10 രൂപ. സോ ടോട്ടൽ എമൗണ്ട് എത്ര ആയിരിക്കും? 20. അങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലൈസ് ചെയ്ത് നോക്കാം. ടോട്ടൽ 2,20,000 ആൻഡ് 2,20,000. സോ ദ ഫൈനൽ കേസ് ഈസ് ഇഷ്യൂ ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റീപേയ്മെന്റ് അഥവാ റിഡംഷൻ. റീപേയ്മെന്റ് ആൾസോ അറ്റ് പ്രീമിയം അല്ലെ. രണ്ടും ലോസസ് ആണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. സോ ഇതാണ് നരേഷൻ. സോ ദീസ് ആർ ദി കേസസ്. ഇത്രയും 5 കേസസ് ആണ് നമുക്ക് എഴുതാനുള്ളത്. ജനറൽ എൻട്രീസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഏതിലാണ് ആൻഡ് അതിന്റെ റിഡംഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു കോംബോ എൻട്രീസ്, കോംബോ എന്ന് പറയാൻ കാരണം നമ്മൾ ഇഷ്യൂ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് കൂടി പരിഗണിക്കണം? നമ്മളെ റിഡംഷനെ കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ റിഡംഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് റിഡംഷന് പാറിലാണോ പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ എന്നുള്ളത് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കാം. ആൻഡ് അതിനനുസരിച്ച് നമ്മൾ ജനറൽ എഴുതാം. ഓക്കെ, താങ്ക് യു.